ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബില് തുന്നിയതാരേ ഹിലാലിൻ്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലൻ്റെ കിനാവ് കിലു കിയഹാലേ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാലും തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ മനമേ മനമേ ലൈലിനാഴും പോലാനാണ് കുടിയെ കണ്ടേ കണ്ടേ കൽബിൽ അരബന മുട്ടായേ. ബാക്കി പാടേ എനിക്കറിയില്ല. എനിക്കറിയില്ല പാട്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? കനിയെ കനിയെ നീ ഇല്ലാതെ. നീ ഇല്ലാത്ത മാത്രമേ ഓർമ്മയുള്ളൂ അല്ലേ? എനിക്ക് ആ പാട്ടിലെ ഏറ്റവും ഇഷ്ടം ഏതാ? ഇൻസാനിലെ സ്റ്റാർട്ടിങ്. എനിക്കത് ഇഷ്ടം അല്ല. അപ്പം സുഹൃത്തുക്കളെ, GCC കൺട്രി പടച്ചോൻ എത്ര എണ്ണം പടച്ചു വിട്ടിട്ടുണ്ടോ ആ കൺട്രികൾ മൊത്തം കറങ്ങി വന്ന് 2 മാസത്തെ ദീർഘദൂര വിദേശ യാത്രയ്ക്ക് ശേഷം അർഷിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. അർഷിന്ന് വന്നപ്പോൾ ഇവിടെ ഗസ്റ്റുകൾ ഉണ്ടായിട്ടാ, ഫുള്ള് പുതിയ ആൾക്കാർ ഇരിക്കുന്നത്. അർഷി നേരെ വാതിലേ ഹലോ ഇങ്ങനെ ബാക്കിൽ പോയിട്ട് അതിലാണ് പോയി. കണ്ടിട്ടില്ല, കയറി വരുമ്പോ ഇവിടെ നിൽക്കണതാണ്. അപ്പൊ കുറെ കാലത്തിന് ശേഷം കണ്ടപ്പോൾ എല്ലാവരും ഇത് കാണിച്ചതാ. അപ്പൊ ഇവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു, കുറെ താത്താരും ഇവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കാണാൻ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഓലടിക്ക് ഹായ് ഗായ്സ് അർഷി വന്നു കേട്ടാ. സൽമോ, ഹൗ ആർ യു? How are you? I'm fine, Abab. Thank you. Thank you, welcome. Okay, what is Pani doing? Silver button? Play button. Button എവിടെ? എൻ്റെ ബട്ടൺ വീട്ടില്. ജിംഷാൻ്റെ ബട്ടണോ? ജിംഷാൻ്റെ ബട്ടൺ. എല്ലാവരും ബട്ടണോ ഒന്ന് കൊണ്ടുവരണം കേട്ടോ ഒരു ദിവസം അവിടെ. നമ്മളെന്താ വെച്ചാലോ, ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലെ നമുക്ക് ഒറ്റയ്ക്കില്ല. അൺബോക്സ് ചെയ്യുമ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് അൺബോക്സ് ചെയ്യും. നടക്കണ്ടേ? എവിടെ എന്താ പരിപാടി? ബാംഗ്ലൂർ പോവാണ് കേട്ടോ. വർക്ക് ഉണ്ട്, പോരണ്ടാ? എനിക്കെന്താ ബാംഗ്ലൂർ എന്താ പരിപാടി? അപ്പൊ എനിക്കൊരു പരിപാടി ഇല്ല. എനിക്കെന്താ പരിപാടി? പരിപാടി ഇല്ല പോലെ. എനിക്ക് പരിപാടി ഇല്ല. എനിക്ക് ഇത്ര ഉഷാറില്ല. അതിലേറെ ഉഷാറ് പോകാണല്ലോ. എനിക്ക് പരിപാടി ഒന്നുമില്ല. ഓക്കെ ഓക്കെ. ജി എവിടെ? ഇപ്പൊ വേറെ ഗ്യാങ്ങിന്റെ ഒക്കെ ട്രിപ്പ് പോയില്ലേ? കുണ്ടി പറ്റൂല കേട്ടോ. പീടൂല അവള് നമ്മളിട്ടിട്ടില്ല. പിന്നെ പണ്ടത് അല്ലെങ്കിലേ ചീത്തപ്പേരാണ്. ചീത്തപ്പേര് ഓരോരുത്തർ പറയുന്നുണ്ട്. എന്താ പറയണ്ടേ? ഫാമിലീസ് ഒക്കെ കാണാനാണ്, കുട്ടികൾ കാണാനാണ്. നമ്മള് പീടും പീ സൗണ്ട് ഇടും. പീ സൗണ്ട് ഇടും. ആൾക്കാർക്ക് മനസ്സിലാവും എന്തോ പറഞ്ഞിക്കണ. എന്താന്ന് മനസ്സിലാവില്ല. ഞാൻ എന്താ പറഞ്ഞില്ലല്ലോ. അപ്പൊ പീ സൗണ്ട് ഇടണ്ടേ? അതിപ്പോ ആകെ പ്രശ്നമാവില്ല. നിയാൽക്കാ എങ്ങനെയുണ്ട്? വരൂ. നമ്മളെ ദുബായ് ജേണിനെ കുറിച്ചാണ് ഞങ്ങൾ രണ്ടുപേർക്ക് സംസാരിക്കാൻ വേണ്ടത്. മാഷാ അല്ലാഹ്, ഞാനും നിയാലും ഷാനും ഈച്ചും ഒരു മുണ്ടലി സൗണ്ട് ആക്കല്ലേ 6 ദിവസമായിട്ട് ദുബായിൽ ഇനി എൻജോയ് ചെയ്തോ? പിന്നെ പൊളിച്ചു, അടിച്ച് പൊളിച്ചു. അതായത് ഉണ്ടല്ലോ, അതിന്റെ വിഷ്വൽ എടുക്കാനോ വ്ളോഗ് എടുക്കാനോ നമുക്ക് എന്ത് കിട്ടിയില്ല, നേരം കിട്ടിയില്ല, സമയം കിട്ടിയില്ല. അത്രയും സൂപ്പർ ട്രിപ്പാണ് നമ്മൾ പോയത്. അതായത് പ്രോപ്പർ വെക്കേഷൻ. സത്യം. അതായത് ഉറങ്ങുക, നേരെ രാവിലെ 7 മണി 8 മണി നാട്ടിൽ 9 പോയി ഉറങ്ങുക, പിന്നെ ഉച്ചക്ക് 10 മണി 1 മണിയാകുമ്പോൾ പിന്നെയും ട്രിപ്പ്. ഇങ്ങനെ 6 ദിവസം ട്രിപ്പ്. പെയിന്റ് ബോൾ, കുറെ ഗെയിംസ്, എന്തിനൊക്കെ പോയി നമ്മള്. ഫുട്ബോൾ, ഒരു ദുബായിലെ ബ്ലാക്ക് ഔട്ട്, പ്രേതം വന്ന് പിടിച്ചു കളിക്കൊണ്ടേ. പ്രേതം നമ്മൾ പിടിച്ചുകൊണ്ടുപോകും. ശരിക്കും പ്രേതം വന്നിട്ട് നമ്മളെ പിടിച്ചുകൊണ്ടേ കെട്ടിയിടും ഒരു വേറെ റൂമിൽ. എന്നിട്ട് നമ്മളെ കൂട്ടുകാർ പോയി അവരുടെ രക്ഷിക്കൊക്കെ വേണം. എന്റെ നെഞ്ചൊക്കെ പൊട്ടി പോരാനായില്ലേ. അപ്പം നമ്മൾ ദുബായിലൊക്കെ പോയി വന്നു. അപ്പം വളരെ എനിക്കറിയാം ഒരുപാട് മെസ്സേജ് വന്നിട്ടാ. അതായത് നമ്മൾ എന്നിട്ട് നിയാലിനും എനിക്കും ജിംഷാനും ഇവിടെ എല്ലാവർക്കും മെസ്സേജ് ഉണ്ട്, വ്ളോഗ് എന്തി. അപ്പോൾ ഇതൊരു ഡ്രഗ്സ് പോലെ എടുത്തോലുണ്ട്. ഇത് എങ്ങനെ കിട്ടി പിന്നെ അഡിക്റ്റ് ആയിക്കാണ്ട് കിട്ടാതെ നോക്കുമ്പോൾ ഇടങ്ങാറ് നമുക്ക് നല്ലോണം അറിയാം.
ഡ്രഗ്സിൻ്റെ കേസിലല്ല കേട്ടോ, അല്ലാതെ ഒരു താരം കിട്ടാൻ നിൽക്കുമ്പോൾ. അപ്പം ഡ്രഗ്സ് ഒന്നും ആരും യൂസ് ചെയ്തിട്ട് ആ വാക്കന്നെ ഞാൻ യൂസ് ചെയ്യണില്ല, പോട്ടെ കുട്ടികളൊക്കെ മായ്ച്ച് കളയാം. അപ്പം അങ്ങനെ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചു. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഒരു മാസം നമ്മൾ കുത്തിർന്ന് നയിച്ചേനി 10-60 വ്ളോഗും 100 ഷോർട്സും എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമില്ല. എനിക്ക് ഓരോ ഒഴിവും കിട്ടാതെ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ നമ്മൾ ചെയ്യണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുബായിക്ക് എൻജോയ് ചെയ്ത് ഗൾഫ് ഉള്ളതുകൊണ്ട്, ഗൾഫ് നമ്മളെ അവിടുത്തെ ബോസാണ് ഗൾഫത്തെ, മൂപ്പരുള്ളതുകൊണ്ട് കുറേ എൻജോയ് ഒക്കെ ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്ത് നമ്മൾ ഉഷാറാക്കി. അപ്പോൾ എന്തായാലും ഈച്ചു പോരുന്ന പെട്ടിയിൽ കുറേ മുട്ടായി സാധനങ്ങൾ ഇട്ടിട്ട് ഓൻ്റെ അടുത്ത് അവിടെ നിന്ന് വിട്ടീനി. അപ്പോൾ ഈച്ചുവിൻ്റെ പെട്ടിയിൽ കണ്ടമാന സാധനങ്ങൾ, രസമുള്ള സാധനങ്ങൾ പൊട്ടിക്കാനുണ്ട്. എൻ്റെ പെട്ടിയിൽ എന്തില്ല, അതിന് മാത്രം സാധനങ്ങൾ പൊട്ടിക്കാനില്ല. ഞാൻ പച്ചസാധു, ഞാൻ മിസ്കീനാണ്. പക്ഷേ ഈച്ചുവിനെ പോലുള്ള പൈസ എല്ലാം എന്ത് ചെയ്തു, നേരത്തെ എത്തി. നിയാലിൻ്റെ പെട്ടിയിലും പൊട്ടിക്കാനുള്ള സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പം നിയാലും ഷാനൊക്കെ മുട്ടായി വാങ്ങി, ഞാൻ മുട്ടായി വാങ്ങിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ മുട്ടായി വാങ്ങിക്കൊണ്ടാൽ ഞാൻ തിന്നൂല, അഫീഫ അടക്കം നിൽക്കും. ഷുഗറിന് കൗണ്ട് അടിച്ച് കയറി നിൽക്കുന്ന 2 ആൾ കിൻഡർ ബ്യൂണോ മറ്റേ അന്തർ ബ്യൂണോ എന്തൊക്കെയാ തിന്നണോല്, സ്നിക്കേഴ്സ്, മാസ്, ദുബായിത്തെ കിറ്റ്കാറ്റ്, പെപ്സി, ബൗണ്ടി, ഇതിങ്ങനെ തിന്നൊരു പെട്ടി മുട്ടായി തിന്ന. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പം വെച്ചിട്ട് ഞാനായിട്ട് തന്നെ കേടെടുത്തരുത് എന്നുള്ള ആഗ്രഹം എനിക്കുള്ളതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളെ കുട്ടികൾക്ക് എൻജോയ്, റിച്ചുവിനെ പോലുള്ള നമ്മളവിടുത്തെ ഇതെന്താ ഒരു ചെറിയ തോക്ക് ഇവിടെ പിടിച്ചു ഇതെവിടുന്നാ റിച്ചുവിന്റെ ഗണ്ണാട്ടത്, റിച്ചുവിന്റെ ഗണ്ണ്. ഇതാണ് എന്ത് ചന്ദനത്തിരി. അതെ, ഇതിന് വ്ളോഗിലും ഇതിലൊക്കെ വന്ന് കഴിഞ്ഞ മാസത്തോടെ അക്കൗണ്ടൊക്കെ 10K ആയി, ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ അടിച്ചു കയറി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം മാള് പോകാനൊരു അവസരം കിട്ടി. അപ്പം ഞാൻ ഇൻ്റെതോ പോയി, എൻ്റെ സകല പ്രൈവസി, എൻ്റെ ചെറിയ 19 വയസ്സിൽ നഷ്ടപ്പെട്ട മനുഷ്യനാണ് ഞാൻ. അൽഹംദുലില്ലാ, എനിക്ക് പ്രൈവസി എന്നുള്ള വാക്ക് കേൾക്കണത് തന്നെ അറപ്പാണ്, കാരണം എനിക്കതില്ല. അപ്പം എങ്ങനെയുണ്ട് മാളുകളിലൊക്കെ പോയിട്ട്, എന്താണ് ഒരു പ്രത്യേകത? എന്ത് കാര്യമാണ്, എമോഷണലായി. അതിന്റെ 4 ആൾ ഫോട്ടോ എടുക്കണ എന്തേ തിയേറ്ററൊക്കെ കുട്ടില്ല. എന്നാ പിന്നെ വേഗം പറഞ്ഞോ, മറ്റേന്റെ പറഞ്ഞാലേ ഞങ്ങള് പറയും ഞങ്ങൾക്കുള്ള എന്തിനാ പറയാ, എന്താ അനുഭവം പറയും. അനുഭവം കുഴപ്പമില്ല. അതായത് ഈ ഫാൻസ് കൂടുതലായിട്ട് അടുത്ത് വരുമ്പോ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് എൻജോയ് അപ്പോൾ പാവത്തിന് വന്നാണ്ട് എല്ലാവരും തലയൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. കുട്ടികളെ ബാക്കിൽ നിന്ന് പിടിച്ച് വലിച്ചാൽ, കുട്ടികളെ വെറുതെ പൂക്കിയേ എന്നൊക്കെ പറയാണ്ട് ആൾക്കാരുടെ നിന്ന് വിളിച്ചു, ആൾക്കാരുടെ നിന്ന് പൂക്കി വലിച്ചാൽ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കമന്റ് അല്ലേ. ഓനൊരു പേരുണ്ട്, സിദിനാണ് എൻ്റെ കുട്ടീൻ്റെ പേര് കേട്ടോ. അപ്പോൾ സിദിന്ന് വിളിക്കുക. അതേമാതിരി നിയാലിന്ന് വിളിക്കുക. ആഫീഫിനെ പിന്നെ ഞാൻ മാറ്റിയിട്ട് കാര്യമില്ല. അതൊന്നും ആ പാവം സൽമാന് സെൽവ മറച്ചു. അപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ട്, ഉണ്ട്, ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ കുറെ സാധനങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം, വ്ളോഗ് എടുക്കണം എന്നുള്ളത്. അന്ന പാട്ട് പഠിക്കോ. ലണ്ടൻ ഞങ്ങൾ കോട്ടയമാക്കും, ന്യൂയോർക്ക് ചിയാക്കും, അണ്ണൻ പോകൂ വേഗം കുന്നുകളമാക്കും, മിഡിൽ ഈസ്റ്റ് മലബാറും. ദേശം നോക്കി വെറുക്കില്ല, പിന്നെ അന്നം ഇവിടെ മുടക്കില്ല. ദേശം ചുറ്റി കളിച്ചാലോ കേരളമാണ് പൊറുക്കില്ല. ഇത് കയ്യങ്കല നാടാ, അയ്യപ്പൻ്റെ നാടാ, പള്ളി തുടങ്ങിയ ചവറച്ചന കൊച്ചുണ്ണിൻ്റെ നാടാ, നഗരിൻ്റെ നാടാ, പറഞ്ഞിയ വിറപ്പിച്ച കുഞ്ഞാലിൻ്റെ ചോര, കുഞ്ഞാലിൻ്റെ ചോര മണ്ണടാ. Let's go upside down ഒരു ദുനിയ, അത് മുങ്ങി നടക്കുന്ന ഭയ, കടല് കടന്നൊരു വിളിയ, മലയാളി ഫ്രം ഇന്ത്യ, ദുബായ്, ജപ്പാൻ, കൊറിയ, USA, UK, മലേഷ്യ, ഇന്നിട്ട് ചന്ദ്രന് പോ മുണ്ടടാ. മലയാളി ഫ്രം ഇന്ത്യ, മലയാളി ഫ്രം ഇന്ത്യ. ആരും പ്രതീക്ഷിക്കാതെ എനിക്കൊരു ഗാനം പാടാനുണ്ടെന്ന് പറഞ്ഞ ഒരു അവസരം ചോദിച്ചു വാങ്ങിയപ്പോൾ ഒരു വെടിക്കെട്ടിനാണ് തിരി കൊളുത്തിയത് എന്നുള്ളത് ഞാൻ ആലോചിച്ചില്ല. ഒരു വെടിക്കുറ്റി പോലത്തെ പാട്ട് പാടിയ റിച്ചു ബായിക്ക് എല്ലാവരും കമന്റ് ബോക്സിൽ റിച്ചു എന്ന് പറഞ്ഞ കമന്റുകൾ, കയ്യടികൾ ഇടേണ്ടതാണ്. കയ്യടിച്ചാ പോരെ, കുറച്ച് വെള്ളം കൊടുക്കി.
മതി 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 ധാരാളം. ആ അപ്പം എന്തായാലും ഇനി പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. എന്തായാലും പെട്ടി കൊണ്ടുവരാൻ പോവാ. ഇന്റെ പെട്ടിയിലൊന്നും ഇല്ല കേട്ടോ. മുട്ട ആ ഇന്റെ പെട്ടിയില് ജിമ്മ പോവാ. ഈ ബേക്കറി കൊണ്ടാ പോണത് ഉമ്മ? അവിടെ വെച്ച ബേക്കറി കാണാണ്ടാവില്ല, അതുകൊണ്ട് എന്താന്ന് കാണണ്ടേ. ആ എന്താണ് ബേക്കറി കൊടുന്നതെന്ന് കാണാനുള്ളത്? നാദാപുരത്തുകാർ കൊണ്ടുവന്നല്ലേ, ഇതൊന്ന് കാണട്ടെ. എങ്ങനെ ഉണ്ടെന്ന് കാണാനാണ്. അവിടെ വെച്ചാലേ ഇതിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ, ആ മൂല്യം മതിയാവും. അപ്പം നാദാപുരത്തുനിന്ന് കുറച്ച് ഫാമിലീസ് വന്നിട്ടാ. അതുപോലെ വളരെ നല്ല കുടുംബട്ടാ. നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ച് കുട്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ അടിപൊളി സൂപ്പറായി നമ്മൾ സംസാരിച്ചാണ്. ഇപ്പോൾ പിന്നെ ഇൻഷാല്ലാ അവിടെ എത്തുമ്പോൾ വീട്ടിലൊരു ദിവസം പോകാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരാ വന്നേ? പന്നില വരച്ചാണ്ട് ഓല് കണ്ടിട്ട് ഓല് ഇച്ച് തന്നതാ. ഹൈബ്രിഡിൽ ഒരു യാത്ര ഇതുവരെ പോയിട്ടില്ല. ഞാൻ കേറിയിട്ടല്ല. ഓ ഞാൻ ഇരുന്നിട്ട് പോലില്ല. ഇപ്പൊ പോവാ ഇൻഷാല്ലാ. വണ്ടി കേൾക്കില്ല. ഇവിടെ ഇരിക്കട്ടോ, ഇവിടെ ഇരിക്കട്ടോ. അണ്ണി കൊണ്ടോ എന്താ വെച്ചാലേ കുറെ ദിവസം ചെയ്യാതെ ചെയ്തിട്ട് ഒരു സെക്കില്ല എനിക്ക്. എന്താ പറയാ കണ്ടിന്യൂഷൻ വിട്ടിട്ടേ. ഇത് പൊന്നാനി ക്യാമ്പർ ഹാർഡ് വർക്കിംഗ് ചങ്ങായി കേട്ടോ. അപ്പം ഇവന് ദുബായിൽ നിന്ന് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഓക്കെ ഇപ്പം ദുബായിൽ നിന്ന് വന്ന് നേരെ നാട്ടിലിറങ്ങി നേരെ അവൻ്റെ ക്യാമ്പിന് 10-50 ആളെയും കൊണ്ടുവന്ന ട്രിപ്പ് പോകണത്. ഓനാ ട്രിപ്പ് പെട്ടി പോലും പൊട്ടിക്കാതെ ഓനാ ട്രിപ്പ് കൊണ്ടുപോയി കൊടുന്ന് ഓൻ വന്ന് കടന്നു. സ്ട്രൈറ്റ് മനുഷ്യനടാ, സ്ട്രൈറ്റ് ഹാർഡ് വർക്കർ. ഒന്നുമില്ലാത്ത പെട്ടിക്ക് വൻ ഹൈപ്പ്. ഈസാന്റെ പെട്ടിക്ക് ഞങ്ങൾ ഹൈപ്പ് കൊടുക്കേണ്ടി കേട്ടാ. എല്ലാരും ഇവിടെ നിമിഷം കിട്ടുന്നു, അങ്ങോട്ട് നോക്കണ്ട. ഇരുന്നോളിച്ചോ. അപ്പം ആയി തന്നെ സാക്ഷാൽ റിച്ചു ബായിക്ക് ഒരു ദുബായ് യുദ്ധക്കപ്പൽ അല്ല യുദ്ധവിമാനം അത് തുറക്ക്. ഇത് നമുക്കില്ലേ അൽത്തമാമാര് തന്നാട്ടാ. ഔ ഇതെന്താണ്? റോക്കറ്റ്. അയ്യോ അപ്സൈഡ് ചെയ്തൊരു ദുനിയ. അത് മിണ്ടി നടക്കല്ലേ പഹയാന്നൊക്കെ. പാട്ട് ഫുള്ളും പഠിച്ചോടോ. ഇങ്ങനെ പാട്ട് എഴുതി പഠിച്ചാ? യൂട്യൂബ് കാണുമ്പോൾ പഠിച്ചു. ഒരുപാട് കേട്ടാണ് പഠിച്ചത്. പുരുഷാണി ഇത് പറക്കും. ഇത് യുദ്ധവിമാനാണേ. അർഷിയ നിന്റെ പ്രവർത്തനം നോക്കാം, യന്ത്രങ്ങളുടെ പ്രവർത്തനം. ടെക്നിക്കൽ സൈഡ് നോക്കാൻ അർഷിക്ക് കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നണേ വരുതി വിടല അല്ലല്ലേ. അതിന്റെ ചില്ലർ തോക്കൊക്കെ ഇതിലിട്ട് വരണം. ഞാൻ
4 ലീഫ് എക്സ്ട്രാ കേട്ടോ പോയാടാന് പൊട്ടിയാലേ ഇതെങ്ങനെ കണക്ട് ചെയ്യാ? ബാറ്ററി ഇടണം ബാറ്ററി ഇടണടാ, ബാറ്ററി ഇടണം. ബാറ്ററി വാങ്ങിയിട്ട് നോക്കുക, അല്ല ഇത് ലാഗാവും. അപ്പം ഇമ്മച്ചിക്ക് ഞാൻ കാട്ടിത്തരാൻ is.a നൽകുന്ന അതൊരു കുട്ടി ഓള് സ്വന്തമായിട്ട് കസ്റ്റം ചെയ്യണ ഒരു പർദ്ദയാണ്. അപ്പോൾ ഓൾ അവിടെ വന്നിട്ട് നമുക്ക് തന്നേന്. കുറെ എനിക്ക് മെസ്സേജ് അയച്ചു, യാ കുറെ യൂട്യൂബ് മെസ്സേജ് അയച്ചു, അവസാനം ഷാനോന് മെസ്സേജ് കിട്ടി. ലിനല്ലാണെന്നൊക്കെ പറഞ്ഞു. ഇതങ്ങനെയല്ല, ഇതങ്ങനെ ലോക്ക് ഇട്ടുണ്ട്. കുഴപ്പമില്ല. ഇതാ is.a thank you for ലിനല്ലാണ് order. ഇതാണ്ടോ ഇത് മെച്ചിക്ക് കസ്റ്റം ചെയ്ത പർദ്ദയാണ്. നല്ല രസല്ലേ, കാണാത്ത മോഡലല്ലേ ഇതട്ടോ. is.a കേട്ടോ ഇതിന്റെ പേജ് കാണിച്ചെടുത്തറ. is.a ദുബായിലുള്ളവരൊക്കെ നോക്കട്ടോ ഇൻഷാല്ലാ. ചെറിയ കുട്ടിയാണ് അല്ലേ? ആ ചെറിയ കുട്ടി ചെറിയ മോള് +2 ആണോ നിങ്ങൾക്ക്? +2 ഡിഗ്രി ഒക്കെ ആണോ? പിന്നെ ഇങ്ങക്ക് എല്ലാവർക്കും ഇല്ലേ മുട്ടായി എന്തുണ്ട് ഇതിലുണ്ട്. ആ അയച്ചു നീച്ചിട്ട് അല്ല ആൾക്കാർ ഇന്ന് ചീത്ത അറിയും. ആർക്കൊന്നും കൊടുത്തിട്ടില്ല. അല്ല എനിക്കറിയാം ഈച്ച തുറക്കുന്നുണ്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുക്കാന്. ഇതില് ഈ സൈഡ് ഫുള്ള് മുട്ടായിയാണ്. ഇത് നമ്മളെ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. ഇതിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളവർക്ക് തിന്നാനുള്ള തന്നെയാണ്. ഇല്ല എടുക്കണില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. അവൻ സർപ്രൈസ് അവനോട് അനുവാദം ചോദിച്ചിരിക്കണേ. എൻ്റെ പെട്ടിയൊന്നും ഇതിലുണ്ടെന്നാണ് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം ഇനി ഒരു ജിമിട്ടൽ സാധനം വരുന്നുണ്ട്. സ്റ്റെക്കാ വേണം വ്ളോഗ് എടുക്കുമ്പോൾ. ടച്ച് കിട്ടല്ല യൂസിങ്ങോ? ആടാ യൂസർ മാനുവൽ ഈ ചൈനീസ് ഭാഷയിൽ പറഞ്ഞ് ഞാൻ എങ്ങനെ വായിച്ചാ? ചാമോ ചീൻ ചാൻ ചിമിക്കോ തീക്കുവാ ചുവാൻ ദുവാ ബാറ്ററി ഇത് പറക്കുവാ. ആ ഇത് എന്താ വിമാനം എന്താടാ? ഇതാ ഇത് വായിച്ചു നോക്കില്ല. എൻ്റെ പച്ചിനെ കൊണ്ട് വായിപ്പിച്ചാൽ മതി. അത് ഓനെ കൊണ്ട് തന്നെ വായിപ്പിച്ചു തരും. ഇനി സുഹൃത്തുക്കളെ ഇനി തരാൻ പോണ സമ്മാനം വളരെ വിലപിടിപ്പുള്ളൊരു സമ്മാനമാണ് കേട്ടോ. ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇരിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട അതായത് ഐഫോൺ എന്നുള്ളൊരു കമ്പനി ഏറ്റവും പുതുതായി ലോഞ്ച് ചെയ്ത ഒരു ഐറ്റമാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഐഫോൺ എന്നുള്ള കമ്പനി ഈ സാധനം എന്താ ചെയ്തിട്ടില്ല, ഒച്ചണ്ടാക്കല്ലോ കേട്ടോ, ഇപ്പോൾ ശരിയാക്കി തരാം. ഈ സാധനം ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല, ദുബായിലാണ് ഈ ഒരു ഫോൺ ആദ്യമായിട്ട് ഇറക്കിയത്. അപ്പം ഈ ഒരു സാധനം അപ്പോൾ നമ്മളെ ഏവർക്കും പ്രിയപ്പെട്ട സ്റ്റീൽ സാറിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഉപഹാരം കൊണ്ടുവന്നിട്ടുള്ളത്. ഐഫോൺ എന്നുള്ള കമ്പനിയുടെ ഏറ്റവും സൂപ്പർ ഫോൺ. തുറക്ക്. ഒന്നുമില്ല, ഡ്രസ്സാണ്, ഡ്രസ്സാണ്. അത് തുറന്നോക്കേ. അപ്പൊ ഇങ്ങോട്ടിരിക്ക്. ഐഫോൺ 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 ആ ഇത് പറ്റിച്ച കൊടുത്താൽ മതി നിങ്ങള്. അപ്പൊ അഫിക്ക് ഐഫോൺ കമ്പനി ഇറക്കിയ ഇതൊക്കെ ഉണ്ടേ. പ്രോ ആണേ. മുത്തത് ആരെ ഫോട്ടോ നോക്കത്തില് സെൽഫി ക്യാമറ. ഇത് ഒറിജിനലാണ്. ഇതൊക്കെ ക്ലിയർ നോക്ക്. ഐഫോൺ മിനി ആണേ. ആ ക്ലിയർ ഉണ്ടാ സൽമാൻ നോക്ക്, ക്ലിയർ നോക്ക്. ഐഫോൺ ആണ് ഇത്. ഡൈനാമോ ഐലൻഡ്. എടാ ഐലൻഡ് ഡൈനാമിക്കോ ഐലൻഡ്. ഹലോ ഗായ്സ്,
അത് വ്ളോഗ് എടുക്കാൻ കഴിയും അവന് ആ അത് ഒറിജിനൽ ഫോണാ എല്ലാത്തിനും പറ്റൂടാ ഇത് ഒറിജിനലാണ് മോഡൽ 16 Pro Max ആണ് ഇതിന്റെ ചൈനീത്തെ 16 Pro Max mini ആ 512 GB സ്റ്റോറേജ് ഉണ്ട് സാധനം എങ്ങനെ ഉണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഫോണ് കേട്ടോ ഫോണ് പക്ക വർക്കിംഗ് കണ്ടീഷന് ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ കേട്ടോ അതാ കേസ് ചാർജർ ഡിസ്പ്ലേ പോരുട്ടോ ഇതിന്റെ ഇഷ്ടപ്പെട്ടില്ലേ കേസും അതിന്റെ ഇപ്പൊ ഫ്രീ വാങ്ങിക്കണേ ഈ കേസില്ലേ എവിടുന്നും കിട്ടൂല കേട്ടോ കാരണം ഇത് ഇതിന്റെ ഒപ്പം തന്നെ ദുബായിൽ നിന്ന് കൊടുത്തു അവിടെ തന്നെ കിട്ടുള്ളൂ ഇതേ ഇതും കൊണ്ട് ഫോൺ പിടി പോവാ എന്നിട്ടേ സ്ക്രീൻ കടന്ന് സീരിയസ് ആയി പറയാ സ്ക്രീനിന്റെ ഏതാ മോഡൽ ദുബായിൽ നിന്ന് വാങ്ങിയാൽ പുതിയ മോഡലാണ് ചെയ്തു തരിക എന്നാ ഇത് ഇഷ്ടപ്പെട്ടില്ലേ എന്ത് അത് വർക്ക് ചെയ്യില്ലാണോ ഇതോ ഈ കുട്ടി ഫോണില്ലേ അഫി ചോദിച്ചിരിക്കണം അത് എന്താന്ന് ചോദിച്ചിരിക്കണം അപ്പൊ അഫിക്ക് കൊടുക്കുന്ന സർപ്രൈസ് ആയിട്ടോ അത് അത്യാവശ്യം സ്റ്റോറേജും ഇതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പിന്നെ ഇതില് പിന്നെ എടാ എന്റെ പെട്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ വല്ലാതൊന്നും ഇല്ല കേട്ടോ പിന്നെ അതാ ഹിൻലേഴ്സിന്റെ അങ്ങോട്ട് കൊണ്ടുപോയ ടീഷർട്ട് അത് ഇങ്ങോട്ട് തന്നെ കൊടുന്നു കേട്ടോ ഇത് ഞാൻ ഇടാൻ കൊണ്ടുപോയതാ ഹിൻലേഴ്സിന്റെ കോഫി വേറെ ടീഷർട്ട് പിന്നെ കൽഫ് വാങ്ങി തന്നൊരു ടീഷർട്ട് പിന്നെ ZX പറഞ്ഞ കമ്പനി ഉണ്ട് കേട്ടോ ദുബായിത്തെ ഓല നമുക്ക് ഓല കുറച്ച് പ്രൊഡക്ട്സ് ഇതാ കീ ഹോൾഡർ എടുക്കട്ടോ ഹോൾഡർ കാർ മൗണ്ട് മാഗ്നറ്റ് ഹോൾഡർ സംഭവങ്ങളൊക്കെ തന്നിട്ടാ മുട്ടായിൻ്റെ അടുത്ത് ഏതുമില്ല അല്ലേ അത് വർക്ക് ചെയ്യണ്ടോ ഉഷാറല്ലേ ഇത് വർക്ക് ചെയ്യണ്ടോക്ക് വർക്ക് ചെയ്യണ്ടോക്ക് ഒറിജിനൽ ഫോൺ ആട്ടെ കൺഫ്യൂഷൻ ആയി പോയി ഇത് ഒറിജിനൽ അല്ലേ Pro Max 1 TB ഇതിന്റെ മേലേക്ക് ഈ ദുനിയാവിൽ ഫോണില്ല യു ഹാപ്പി ഹാപ്പി ഓക്കെ അപ്പം ആഫിക്ക് ഫോൺ എടുത്തിട്ടാ അപ്പൊ ആഫിക്ക് ഫോൺ കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ എന്റെ പണ്ടത്തെ ഫോണൊന്ന് കൊടുത്താ പച്ചപ്പുൽ പാടത്തെ പനന്തത്ത പോലുള്ള ഒരു ഫോണാണ് അഫീഫിന്റെ അടുത്തുള്ള ഈ ഫോൺ ട്ടാ ഫുള്ള് ഗ്രീൻ കളർ ഡിസ്പ്ലേ പോയി അഫീഫ് എന്തിൻ്റെ ആളറിയാ മക്കത്തായം മരുമക്കത്തായം എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചോല് കൊടുത്ത് വിടുന്ന സമ്പ്രദായങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഉപയോഗിച്ച ഫോൺ ഈച്ചുവിന് കൊടുക്കും ഈച്ചു അത് മാക്സിമം ഊറ്റി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും അഫീഫിന് കൊടുക്കും അങ്ങനെയാണ് ഇവിടെ ഉണ്ട് ഇവിടെ ഓനൊരു വിമാനം വാങ്ങിക്കൊടുത്തേനെ 3 ബാറ്ററി അപ്പം മക്കത്തായം മരുമക്കത്തായം പോലെ ഫോൺ യൂസ് ചെയ്ത് ഇവിടെ വന്നിരുന്ന ഒരാളാണ് അഫി എന്താ വെച്ചാല് ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ പകുതി യൂസ് ചെയ്ത് ഈസാൻ യൂസ് ചെയ്യും അത് 3/4 യൂസ് ചെയ്തിട്ട് അവന് കൊടുക്കുക അങ്ങനെ ഈ പാവത്തിന് ആദ്യം കിട്ടിയ ഫോൺ 11 Pro അത് ഞാനും ഈച്ചു യൂസ് ചെയ്തിട്ട് പിന്നെ കിട്ടിയ 13 Pro അതെങ്ങനെ
അത് ഞാൻ യൂസ് ചെയ്തിട്ട്. അപ്പം ഞാൻ അഫിക്ക് കൊടുത്തൊരു പ്രോമിസ് ഉണ്ടായിനി 10ാം ക്ലാസ്സിൽ. ഞാൻ അഫീഫിന് കൊടുത്ത പ്രോമിസാണ് 10ാം ക്ലാസ്സിൽ ഓൻ ഇനിയും കുത്തി നോക്കിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഓന് PS5 വാങ്ങി കൊടുത്തതിനും ഓന് ഗെയിം സിസ്റ്റം വാങ്ങി കൊടുത്തത്, ഓനെ കുട്ടികളെ വഴി തെറ്റിച്ചു, കുട്ടികളെ വഴി മുടക്കി, കുട്ടികളെ ഭാവി നിലക്കണ സാധനമാണ് വാങ്ങിക്കൊടുത്തോണ്ട് എന്നെ കളിയാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഓന് കൊടുത്ത ഒരു വാക്കുണ്ട്, അഫിയെ ഫുള്ള് മാർക്ക് വാങ്ങണമെങ്കിൽ ഇജ് എന്താണോ പറയണത് അത് ഞാൻ കൊടുക്കും. അതിൻ്റെ അഭിമാന പ്രശ്നമാണ്, അത് ഇജ് എനിക്ക് വാങ്ങിത്തരണം. ഇജ് എന്താണോ പറയണത് അത് ഞാനൊക്കെ കൊടുത്തിരുന്നതാണ്. അങ്ങനെ അഫി ആദ്യം പറഞ്ഞത് AC ഇനി. അപ്പോൾ അങ്ങനെ പറഞ്ഞു AC വേണോ ഫോൺ വേണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിനി. അപ്പോൾ ഞാനാണെങ്കിൽ കുടുങ്ങിക്കണേ AC കൊടുക്കണം ഫോൺ, കാരണം AC വാങ്ങിക്കൊടുത്തോനെ. AC റൂമിൽ AC നല്ല AC വാങ്ങിക്കൊടുത്ത് ഫുൾ A+ വാങ്ങിന്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ +1 എക്സാം എഴുതി കഴിഞ്ഞു. മാർക്ക് ഉണ്ടോ മാർക്കില്ല എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എല്ലാവരും മാർക്ക് കിട്ടിയിട്ടാണ് ഒരാളെ നില തീരുമാനിക്കുന്ന മാർക്കാണെന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം ഞാൻ മാർക്കില്ലാതെ വന്ന മനുഷ്യനാണ്. ഞാൻ എൻ്റെതായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് വന്ന മനുഷ്യനാണ്. അർഷിൻ്റെതായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. നിഹാൽ അത് പിന്നെ മാർക്ക് കിട്ടി തന്നെ വന്ന ആളാണ് കേട്ടോ. സൽമാൻ, ജിംഷ ഒക്കെ മക്കത്തായ ഐഫോൺ വർക്ക് ചെയ്യാം. സിനിമക്കട്ട വർക്ക് ചെയ്യുന്നുണ്ടോ? ഞങ്ങളെ സ്കൂളിൽ ഒരു കുട്ടി കൊണ്ടുവരലുണ്ട്. ഒരേ കുടിച്ചു കഴിഞ്ഞ ദിവസം ഷാപ്പിന് ഐഫോൺ എടുത്തോളി, ഇത് എടുത്തോളി. അല്ല ഇതാർക്കുള്ളതാ? ഇതാ ഫിക്ക് വാങ്ങി കൊടുത്തോ. എനിക്ക് എന്തിനാ ചെറുത്, എനിക്ക് വലുത്. ചാർജിങ് സിയോ അതാണ് സിക്കാർക്കുള്ളതാണ്. ABC. അന്റെ മറ്റേ ഫോൺ മറ്റേ ഫോൺ തരുവേ, അന്റെ മറ്റേ ഫോൺ എടുത്തോളി, അത് മാറ്റട്ടെ. അപ്പം അന്ന് ഞാൻ ഓന് കൊടുത്ത വാക്ക് കഞ്ചി പിടിച്ചോ വരുമ്പോ തരണം കേട്ടോ. ജിമ്മ് പോവാ. ഓക്കെ, അസ്സലാമു അലൈക്കും. റമദാൻ ഇതേ ശ്രദ്ധിച്ചിട്ടില്ലട്ടാ. അപ്പൊ ഇത് ഞാൻ വിട്ടുപോയ കേസോട്ടെ. ഓക്കെ, അപ്പൊ ഇത് അൽത്തമാം ഇലക്ട്രോണിക്സ്, ദേറ, ദുബായിൽ എല്ലായിടത്തും ഫോൺ ആവശ്യമുള്ളവർക്ക് ഫോൺ കിട്ടാൻ ഓലെ കോൺടാക്ട് ചെയ്താൽ മതി. അൽത്തമാമ ഞാൻ കുറേ കേട്ടിട്ടുള്ള പേരേനി. ഞാൻ UAE എത്തിയപ്പോൾ ഫോൺ വാങ്ങാൻ വേണ്ടി ഫസ്റ്റ് കോൺടാക്ട് ചെയ്തതുപോലെ വളരെ നല്ല ഷോറൂം, അതിലുപരി വളരെ നല്ല ആൾക്കാർ, മലയാളി ആണെങ്കിലും അന്ന് എന്നെ കൊണ്ടുവരാൻ വന്ന ആൾക്കാരാണെങ്കിലും അവിടെ വർക്ക് ചെയ്യണവരാണെങ്കിലും വളരെ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയതും. എനിക്ക് ഭയങ്കര ഉള്ള അറ്റ്മോസ്ഫിയർ നല്ല ഇഷ്ടപ്പെട്ട്, എല്ലാ ക്രൂവിനെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവരാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഫോൺ കണ്ടോ ഇങ്ങോട്ട് വരികയെ. അപ്പോൾ അവരാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് നമുക്ക് ഈ ഫോൺ തന്നിട്ടാ അൽത്തമാം. അപ്പം അവർക്കും ഞങ്ങളുടെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ അവരുടെ ഡീറ്റെയിൽസും ഇതൊക്കെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടാ. ഇപ്പച്ചി ഫോൺ കണ്ടോ? ഈ സോഷ്യൽ മീഡിയ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ടീഷർട്ടൊക്കെ ഞാൻ എത്ര കാലം ഇട്ട് പോകുന്നില്ല ഒരു നോക്കാണ്. എന്ത് നമുക്കൊന്നുമില്ലേ ഇപ്പച്ചിണ്ടേ. ഓ എല്ലാം ഒറ്റ വരവിലാക്കല്ലേ, അടുത്ത വരവിൽ ഓരോരുത്തരായിട്ട് ഞാൻ കാണും ഇൻഷാ അല്ലാ. ഞമ്മക്കുള്ളതിന്റെ 2 കാർ പുറത്തേക്ക് പോകുമ്പോ പഴയ കാർ കാണാണ്ടാ ഇല്ല. 4 രജിസ്ട്രേഷൻ ഒട്ടിച്ച 2 പുതിയ വണ്ടികളല്ലേ, അതിലല്ലേ പോകുന്നത്. പിന്നെ അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്പർ എടുക്കാൻ നോക്കിയ വണ്ടി നമ്പർ കിട്ടി. പിന്നെ അതല്ല മറ്റേതിന്റെ ആക്സസിന്റെ കൊടുക്കാം. നമ്മള് ജിമ്മിക്ക് പോവാണ്. ഓക്കെ, അതാ അപ്പൊ പടച്ചോൻ ഇപ്പച്ചിക്ക് 6 പാക്കും ബൈസെപ്സും ടൈസും കാർസും ഒക്കെ കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പച്ചിക്ക് സ്ട്രൈറ്റ് മനുഷ്യനടാ. നമ്മൾ റമദാൻ മാസം ജിമ്മിന് പോകുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ വ്ളോഗ് എടുത്തിരുന്നു. റമദാൻ കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് നമുക്ക് പോകാൻ പറ്റില്ല. റമദാൻ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ പോകുമെന്ന് പറഞ്ഞു, പോകുന്നു. സ്ട്രൈറ്റ് മനുഷ്യനാടാ. ഹൈ ഡെഡിക്കേഷൻ. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഒരു സംഗതി ചോദിക്കാണ്, ഒരു ആനയും ഉറുമ്പും ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഭയങ്കര ആനയും ഉറുമ്പും. അങ്ങനെ ഒരിക്കൽ ഒരു ടൂർ പോയി ആനയും ഉറുമ്പും ഇങ്ങനെ കളിക്കണതിൻ്റെ ഇടയിൽ ആനൻ്റെ കണ്ണിൽ വീണു. ആര്? ഉറുമ്പ്. അപ്പോൾ ആന ഒരു പാട്ട് പാടി. ഏതറിയോ? എൻ്റെ കണ്ണിൽ വിരുന്നു വന്നു പിന്നെ സാഗര വീതിയിൽ. അവരിങ്ങനെ ആനങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ പാടിയപ്പോൾ ഉറുമ്പ് ആനൻ്റെ കണ്ണിൽ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ച് കിടക്കാണല്ലോ. അപ്പോൾ ഉറുമ്പ് ഒരു പാട്ട് പാടി, അതെന്താ? അതെല്ലാവർക്കും അറിയണ്ടാണ്. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. അതിന്റെ അടുത്ത വരെ എങ്ങനെപ്പാ? ആ പാടി. തീർത്ത് സലാമത്തേക്കണേ മന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ. അല്ലേ അടുത്ത വരി? റുക്കുയിലും പിന്നെ സുജൂദിലും മന്നാനെ കബറിലേക്കാണെന്നറിയാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു. ഓക്കെ ഇൻഷാല്ലാ കാണാം. ബാറ്ററി ഇട്ടാ ഇട്ടോക്ക്. എല്ലാം കാണുന്ന കൊച്ചി ഒന്ന് ആകെ ഇടങ്ങേറിലാക്കി. വരികൾക്ക് അർത്ഥമല്ലേ, വരികൾ അർത്ഥറിഞ്ഞ് പാടുമ്പോൾ നമ്മളെ മനസ്സ് തട്ടും. അപ്പോൾ എന്തായാലും ഈച്ചുവിൻ്റെ പെട്ടി പൊളിക്കണ വ്ളോഗ്, ഈച്ചുവിൻ്റെ ഇനിയിപ്പോൾ ഈ മക്കൾക്കെല്ലാം റിനാനി സൗദ് കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള സാധനങ്ങളും സംഭവങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് ഈച്ചുവിൻ്റെ പെട്ടിയിലാണ്. ആ ഇവിടെ ഉണ്ടാവും. അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ ഭക്ഷണം ഒന്നുമില്ല, എന്റെ ഭാഗ്യം. 4 ചപ്പാത്തി ആയിക്കോട്ടെ, ഇതൊക്കെ കൊടുന്നോണ്ടാണോ 4 ചപ്പാത്തി? ഭക്ഷണം റെഡിയാക്കാ. അപ്പൊ സുഹൃത്തുക്കളെ ഈ ബാഗ് എനിക്ക് കലഫ് വാങ്ങി തന്നട്ടോ. കലഫുവിൻ്റെ വക ഗിഫ്റ്റാണ് ഈ ഒരു ബാഗ്. കലഫ് വാങ്ങി തന്ന ബാഗാണ് ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് യൂസ് ചെയ്യണം. എൻ്റെ കൂടെയുള്ള ബാഗ് കിട്ടാം. എൻ്റെ അടുത്തൊരു എൻ്റെ ഒരു പച്ച ബാഗ് ഉണ്ട് എല്ലാ പരിപാടിക്കും. അങ്ങനെ എൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇഫ് ആരെങ്കിലും എനിക്കൊരു ഗിഫ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ സാധനം കൊണ്ടെടുക്കുമ്പോൾ എനിക്ക് അവരോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതായത് നന്ദി എന്ന് പറഞ്ഞുള്ളൊരു സാധനം ഉണ്ടാവും. ഞാൻ എപ്പോൾ ആ ബാഗ് എടുക്കണം പാക്ക് ചെയ്യുമ്പോഴും അത് മൂപ്പരെന്നാണ്. അതിപ്പോൾ ഞാൻ 5 കൊല്ലം കഴിഞ്ഞാലും ഞാൻ ആ ബാഗിൻ്റെ അടുത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ എനിക്ക് മൂപ്പരെങ്ങനെ ഓർമ്മ വരും. അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ആരാ തന്ന് ഈ ഒരു സാധനം എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടി കളിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പം ഇനി ബോയ്സ് വരൂ, ബോയ്സ് വരൂ. ഒന്നുമില്ലാതെ ഞാൻ വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾക്ക് പ്രതീക്ഷ ഉണ്ട്. ഒന്നുമില്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരും തോന്നുന്നുണ്ടോ? ഇല്ല. സൗദ് കണ്ടു വരൂ, സൽമാൻ വരൂ, അഫീഫ് വരൂ, എവിടെ പിടിച്ചിട്ടാ? അപ്പോ ഇത് എന്താവും? മുട്ടായി. എന്തേലും മുട്ടായി. ഞാൻ ഡ്രസ് പ്രതീക്ഷിക്കുന്നു. മുട്ടായി. ചാണെങ്കിൽ ഇവിടുന്ന് പോകാൻ തോന്നണില്ല. എന്താ ജിമ്മക്കണ്ട എത്താത്ത? എടാ ഞാൻ വന്നിട്ടത് ഇപ്പൊ കഴിയും വരും. ഇത് കാണിച്ചു തരാം അമ്മച്ചിക്ക്. നടന്നോളി. സൽമാൻ എന്താവും? ഡ്രസ്. അപ്പം എല്ലാരും ഇങ്ങോട്ടേക്ക്. അപ്പം കലഫു വരി. അപ്പൊ ജിമ്മ ഇതിന്റെ ഓപ്പണിംഗ്. അപ്പൊ കലഫു എന്ന് പറഞ്ഞ ഒരു വ്യക്തി നമ്മളെ അത്രയും നോക്കി കാണുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളും കണ്ട് എല്ലാരെയും അറിയണേ. അറിയാം, എന്റെ കുടുംബത്തിനെ അറിയാം, നിയാലിന്റെ കുടുംബത്തിനെ അറിയാം, എല്ലാരും ഇപ്പാനെ ഇമ്മാനെ വീട്ടിലെ ഓരോ കാര്യങ്ങളും മൂപ്പര് അത്രയും വലിയൊരു വ്യക്തിയാണ്. അതായത് അത്രയും
കോടി, അതായത് ലോകം മൊത്തം ബിസിനസ് ഉള്ള ഒരു മനുഷ്യനാണ് നമ്മളെ നോക്കി കാണുന്നത്. അപ്പോൾ അയാളെ തിരക്കുകൾക്കിടയിൽ അയാൾ നമ്മളെ പാട്ട് കേൾക്കലുണ്ട്, വ്ളോഗ്സ് കാണലുണ്ട്. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം ഓഫാക്കാം അല്ലേ? അല്ലേ സത്താഴ്ചയിലിട്ടും എല്ലാത്തിനും. അപ്പോൾ ഇവിടെ കൂടിയ എല്ലാവർക്കും വേണ്ടി കലഫു ദുബായിൽ നിന്നൊരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട്. എൻജോയ്മെന്റ് വീഡിയോ എടുത്തേക്കണോ? എന്താണ് അർശിടുത്തോ നീ ഞാനോ? ഒന്നുകൂടി. അപ്പൊ അച്ഛനാകല്ലേ ഒന്നും മിണ്ടാതിരിക്കമോ? അപ്പോ നാട്ടിലെ എല്ലാ മക്കൾക്കും വേണ്ടി ദുബായ് രാജാവ് ഞങ്ങളടുത്തൊരു സമ്മാനം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞങ്ങളെ രാജാവാണ്. അപ്പൊ ഞങ്ങളെ ദുബായ് രാജാവ് എല്ലാവർക്കും വേണ്ടി ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. കുറച്ച് പൊന്തിക്ക് ഇത് കാണണേ. അപ്പൊ കണ്ണേ പോ, അങ്ങനെ തിരിഞ്ഞേക്ക്. കണ്ണു പൊത്തിക്കോളി, കണ്ണു പൊത്തി തിരിഞ്ഞോളി, കണ്ണു പൊത്തി തിരിഞ്ഞോളി. കൽഫോന്റെ സമ്മാനട്ടാ. എല്ലാരും തിരിഞ്ഞോളി. ₹10 ഓവർ എക്സ്പ്രഷൻ കത്തിയില്ല. എനിക്ക് എക്സ്പ്രഷൻ മനസ്സിലായി. മെറ്റാഗസിന്റെ ഏറ്റവും സൂപ്പർ VR. ഇതല്ല ഇവിടെ കമ്മിയുള്ളൂ, ബാക്കിയല്ല ഇല്ലേ? അൽഹംദുലില്ലാ. ഞാൻ എങ്ങനെ ഓണാക്കടാ? കുത്തിട്ടിട്ട് ഇത് ഓർഡർ ചെയ്ത് ഇല്ല, നല്ല കരുതേണ്ട സാധനം അത്. ഓണായോ? ചാർജ് ഇല്ല. ഓണായി. അഫീഫിട്ടോക്ക് ഓൻ ഇതാക്കിക്കോളും. ഓൻ ഇത് കൊടുക്ക. അതിന്റെ യന്ത്രം ഏതൊക്കെ ഉണ്ടോ വീടിന്റെ പോരെ? മതി, വീടിന്റെ മതി. വീടിന്റെതല്ല, മറ്റേത് ഇവിടെ ടച്ച് ഉണ്ട്. കാര്യം കൂടിയിട്ടാണേ. റൂം ട്രാക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ. ഇത് മാറ്റി മറ്റേ ലോകം എങ്ങനെ ആക്കാം? അല്ല, കറക്റ്റ് അറിയണം. ഇപ്പൊ എന്താ റൂമാ? റൂമാ അല്ല ഇതേതോ വേറൊരു മായാലോകം. ഇവിടെ വെള്ളച്ചാട്ടോ. കണ്ണാടി സൈഡിലൊരു കണ്ണാടി ഉണ്ടാവും. അത് വിട്ടോക്ക. ഇവിടെ കണ്ണാടി അഫീഫിന് +2 കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുള്ളൂ കേട്ടോ. കണ്ണാടിന്റെ അടുത്തെത്തി. ഇപ്പച്ചിക്ക് വന്നിട്ട് എടുക്കേ. കൈ നിർത്തല്ലേ അത് എടുത്തോ, തലേ നിർത്തോ. അവിടെ അങ്ങനെ ട്രെയിൻ പോണ്. ഇതെന്തിനാ കൈ പിടിക്കണേ?
കണ്ണാടി ഒക്കെയാണേ ഇപ്പോ സ്ക്രീന് വന്നു. ആഹാ എന്താ കാണുന്നത്? ഇപ്പൊ ഒന്നും കാണില്ല, ബ്ലാങ്ക് ആണ്. മറ്റേ ആഹാരണതോ ആദ്യം കണ്ടിരുന്നു, പിന്നെ എന്തോന്ന് ഇല്ല. അവിടെ ഇതാക്കിയപ്പോഴാണ് ഇപ്പൊ വന്നു. ഇപ്പൊ സ്ക്രീന് കാണുന്നു. വീടല്ലല്ലോ ഏതോ ഒരു ചങ്ങായി ഇങ്ങനെ ഇങ്ങനെ കാണും. എല്ലാവരും കുറച്ച് പഠിക്കാണ്ട് തീമ കൈ തന്നെ ആവും, നമ്മളെ കൈയാവും. കിട്ടിയാ? ഇങ്ങോട്ടുണ്ട്. അത് വലിയൊരു മായാ ലോകാട്ടോ, ഒരു മായാ പ്രപഞ്ചം. കിട്ടോ എന്തൊക്കെ ബാക്കിൽ തിരിഞ്ഞു നോക്കുമ്പോ മുമ്പേ ഇവിടെ ഒരു വക്ക്, മറ്റേ ഒന്നായിട്ട് വലിയൊരു ഗർത്തം, റിവർ, വെള്ളച്ചാട്ടം. ആഹാ, ഇത് നമ്മളെ കൈ ഇവിടെ വേറെ കാണുന്നുണ്ട് കേട്ടോ. വേറെ കാണും, ഇത് കയ്യിൽ പിടിച്ച വേറെ കാണും. ഓക്കെ ഭയങ്കര കേട്ടോ. ഇത് ഖലഫിന്റെ സമ്മാനം. ശുക്രൻ ജസാക്കല്ലാ, അനുഗ്രഹിക്കട്ടെ. നല്ല ഭയങ്കര നല്ല ഒരു ഫീലിംഗ്, വെറൈറ്റി ആയി. പൂരട്ടെ കോരി ആണല്ലേ. ഞാനാണ് ഇവിടെ വെയിറ്റ് ചെയ്തത്. ആകെ എന്തോ നമ്മളെ എവിടെ റൂമാ? അത് മതി അത്ര ആയിക്കണ്ട. അല്ലേ അല്ല നടക്കിടക്ക് എങ്ങനെയുണ്ട്? ഇത് പിടിച്ചാ ഇതൊന്നും കഴിക്കാം, അടി കഴിക്കാം. എനിക്കെന്താ ടൈറ്റാ? നെറ്റിന്റെ തട്ടുണ്ട് ഈ സാധനം കുറച്ച് മുന്നിൽ ലൂസാക്കി. മതി ഇത്ര ഇവിടെ വെള്ളച്ചാട്ടം മേ ആരോടെ കാണുന്നുണ്ട്. അടി കൂടെ ആവും. ഇല്ലല്ല ഇവിടെ ഇത് ഇവിടെ ഗ്ലാസ്സിൽ ഇന്നെ കാണുന്നുണ്ട്. ഒരു ഗ്ലാസ്, ഒരു വെള്ളച്ചാട്ടം. അത് സ്വർഗം തന്നെയാണോ ശരിക്കും? സ്വർഗത്തിലെത്തി. അതെ, വ്യൂ പോയിന്റ് അതിലുള്ളൂ, ഇവിടേക്കില്ല. വ്യൂ പോയിന്റ് അവിടെയാണ് പറഞ്ഞിട്ട് ടയറിന് അടി. ഇതിട്ട് വ്യൂ പോയിന്റിക്ക് പോയി. അടിപൊളി ഊരിക്കോളി. വ്യൂ പോയിന്റ് ഉണ്ട്, അത് കാണാൻ പറ്റുമോ? ഇത് പറ്റില്ല കേട്ടോ അതില് മുടി പൊട്ടിച്ചില്ലേ? അടക്കിമ്മ ഒരു സെക്കൻഡ്. എടാ മെച്ചിന്റെ തട്ടൊന്ന് നേരിടാൻ പറയും. എടാ അവിടെ എത്തിയോ? എടാ തിരിച്ചു വിടി. എടാ പോയാ അതിന് അത്ര പവറൊക്കെ ഉണ്ടായില്ലോ. ഞാൻ കരുതി അത്ര പവറുള്ള എനിക്ക്. എടാ അത് അങ്ങോട്ട് പോയി, രാമൻകുത്ത് ഭാഗത്തേക്ക് പോയി. എടാ അവിടെ ചാടുണ്ടോ പോയോക്കി കാണി. രാവിലെ റൈമാക്ക് എടുക്കും. എടാ ജിംഷ
ചെങ്ങന്മാരാ പാവം ചെക്കന്റെ പോക്കിയതാ സാധനം പോയൊരു പോക്ക്. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? ആരോ പെരിയിലേനി ഇപ്പൊ വീട്ടിൽ നമ്മള് ഇപ്പഴാ പെരിക്കെത്തി. ഇതെന്തായി മറ്റേ മാറിയോ? നാദായോ ഇതാണ് എനിക്ക് എത്രങ്ങാനും വലിയൊരു പേരാ. മറ്റേ ലോകത്താ നോക്കാ മായാലോകത്തെത്തി. ഇവിടെ നിക്ക് എന്താ അറിയോ ചുറ്റി കാണണം എല്ലായിടത്തും. മാണ്ടടാ അങ്ങനെ പോകാൻ പേടി. ഇവിടെ അങ്ങോട്ട് പോയി. ഇവിടെ അങ്ങോട്ട് എന്താല്ലേ? ഇവിടെ അങ്ങോട്ട് എന്തോ ഒരു വെള്ളച്ചാട്ടോ എന്തൊക്കെയോ ആണ്. അവിടുന്ന് അങ്ങോട്ട് പേടിയാടാ. തല മിന്നും അതുകൊണ്ടാണ്. ചെറുക്കന്റെ ഈ കൂട്ടി ഇത് ബാറ്ററി. ഞാനൊരു ലോകത്തല്ലേ നിക്ക്. ഇനി എന്ത് പറത്തോലെ തന്നെ നല്ല 4 ടോർച്ചിൽ തന്നെ പറത്തോലെ മൂട്ടില് തീ കയറ്റിയാണ്ട് സൽമാന് ആ പാവത്തിന് കൊടുക്കുന്ന സമ്മാനം. എടാ ഇതിനൊന്ന് കഴിച്ചിലാക്കി കൊടുക്കും. നിക്ക് അനുവോ പായ പോലെ ആയോ? ആ രക്ഷപ്പെട്ടടാ. എത്രങ്ങാനും വലിയ പരിയില്ലേ ഞാൻ. അതാ എത്തിയടാ. ഇതിനിട്ടോക്കെ ഇത് ഒറ്റട്ടേക്കിൽ അങ്ങനെ പോവാ വ്ളോഗ്. സ്ക്രീന് വീട്ടിലല്ലേ നമ്മളെ വീട്ടിലല്ലേ ഇന്നാണ് മാറിയോ? ഇവിടെ സ്ക്രീൻ ഉണ്ട്. അല്ലിപ്പം വീട്ടിൽ ആ വീട്ട് അല്ലേ കർണാടകയാണോ? അതാ ഇവിടെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എവിടെയൊക്കെ അവിടെ. ആ ഞാന് ഇതൊന്നും ഇങ്ങനെ ആര് ഞാനിവിടെ കണ്ണാടിയിൽ കാണാണെങ്കിൽ ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിൻ പോണോ കാടെ? ട്രെയിനൊന്നുമില്ല. പിന്നെന്താ അവിടെ? പിന്നെന്താ ഇതെവിടെ പിടുത്തം പിടിച്ചാൽ കുടിക്കും. അത് ഇതിന്റെ കജ്ജൊക്കെ ആ കൈ വന്നോ? പൊക്കി ആ ഇവിടെ എന്തോ തെറ്റി. അപ്പോൾ സുഹൃത്തുക്കളെ ഡീറ്റെയിൽഡ് വ്ളോഗ് VR-ന്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് നമ്മൾ ഇനി വിടണം കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ കൂടെ കൊണ്ടുപോയിട്ട് സ്ട്രേഞ്ചേഴ്സിനൊക്കെ ഇട്ടുകൊടുക്കാനാണ് എടുക്കുന്നത്. അപ്പം എല്ലാവരും കുറേ സ്ഥലത്ത് പൈസക്ക് VR ഉണ്ട്. അപ്പം നമ്മൾ പൈസ ഒന്നും വാങ്ങാതെ നമ്മൾ ഇതിൽ പോകുമ്പോൾ ആരെങ്കിലൊക്കെ കാണുമ്പോൾ VR ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ തരും. ഒരു ബോക്സിംഗ് ഗെയിം കളിക്കാൻ അവസരം കൊടുക്കാനാണ് ടൈം ഉണ്ടെങ്കിൽ കേട്ടോ. പരിപാടിയുടെ ഇടയിലൊക്കെ വന്നിട്ട് എന്നോട് വന്നിട്ട് VR ഗെയിം കിട്ടണമെന്ന് ചോദിക്കുന്നുണ്ട് ആരും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇതാണ് എൻ്റെ എളിയ പെട്ടി പൊട്ടിക്കൽ. അപ്പം വലിയ ഇത് 15 കിലോൻ്റെ മിസ്കിൻ പെട്ടിയാണ് ഇപ്പോൾ പൊട്ടിച്ചത്. പണക്കാരെ പെട്ടി പൊട്ടിക്കാണ്ട് ഇവിടെ ഈസാൻ്റെ 30 കിലോൻ്റെ പെട്ടി ഇവിടെ പൊട്ടിക്കാണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് വ്ളോഗിൽ വെയിറ്റ് ചെയ്തതിനും സംഭവങ്ങളൊക്കെ എനിക്കറിയാം. ഒന്ന് ട്രാക്കിലായി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു വ്ളോഗ് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ നമ്മൾ വ്ളോഗ്സ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ അസറുവിൻ്റെ ചാനൽ ഏകദേശം 100K അയക്കണം എല്ലാവരും. ഇത് എൻ്റെ ചെയ്യുമ്പോൾ അസറുവിൻ്റെ ചാനലൊന്ന് പോയിട്ട് അസറു വ്ളോഗ്സ് ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുക, പോയി സബ്സ്ക്രൈബ് ചെയ്ത് 100K ആക്കണം എല്ലാവരും എന്നുള്ള ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. എല്ലാവരും ചെയ്യട്ടെ. കാരണം 98 എത്തിച്ചിരിക്കണം ഓന് റീജിയൻ മാറിയിട്ട് അവൻ്റെ റീച്ചിനൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് അവൻ വ്ളോഗ് ചെയ്യല്. പക്ഷെ എന്നാലും അവൻ്റെ കഴിവും പോലെ അവൻ വ്ളോഗ് ചെയ്തിട്ട് അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെ അസറുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 100K ആക്കിയിട്ട് എല്ലാവരും പറയണ്ട, കമൻസിൽ പറയണം. അപ്പോൾ എന്തായാലും ഇൻസാനിലെ ഒന്നുകൂടി കേൾക്കുക, എല്ലാവരും റീലിലൊക്കെ ആ പാട്ട് ഇടുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും ബ്ലോഗിൽ വരുന്നതായിരിക്കും. ബ്ലോഗിന് കാത്തിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ ഓരോരുത്തരും മെസ്സേജ് വളരെ കൈൻഡായിരുന്നു. ഒരുപാട് പേര് കുറേ ദിവസം കാത്തിരുന്നു എനിക്കറിയാം. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ്. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ വെച്ചിട്ട് കാണാം ഗൈസ്. ബൈ ബൈ.